ലവ് ട്രാപ്പ് ജിഹാദ് എന്നൊക്കെ പറയാം. ഇച്ചിരി മോശമാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കൂട്ടിക്കൊടുപ്പിന് കൂട്ടുനിന്നു എന്ന് പറയേണ്ട അവസ്ഥയാണ്. ഈ കുട്ടി ഇപ്പൊ പ്രോപ്പറായിട്ട് അയാളുടെ ഭാര്യയാണെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞ് 1-2 കുട്ടികളായി കഴിയുമ്പോൾ അയാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ കുട്ടി എന്ത് ചെയ്യും? ഈ കുട്ടി ആൾക്കെതിരെ കേസിന് പോയാലും നിൽക്കില്ല. ഇറ്റ് ഈസ് ഓൺലി ലിവിങ് ടു ദ റിലേഷൻഷിപ്പ്. ദർ ഇസ് നോ വാലിഡ് മാരേജ്. ക്ഷേത്രത്തിന് ഇന്റർ റിലീജിയസ് മാരേജസ് നടത്താനായിട്ട് യാതൊരു അധികാരവുമില്ല. അപ്പൊ അത് ഒരു ഫേക്ക് മാരേജ് ആണ്. തീർച്ചയായിട്ടും ആ കുട്ടി അബ്യൂസ് ചെയ്യപ്പെടാനുള്ള വലിയൊരു സാധ്യത വലിയ സാധ്യതയുണ്ട്. നിരക്ഷരയായ ഒരു പെൺകുട്ടിയെ കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ച് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താനുള്ള ഒരു വ്യഗ്രത നടത്തി. പക്ഷെ ഇപ്പോൾ ആ വ്യഗ്രത അവർക്ക് എല്ലാവർക്കും വലിയൊരു പ്രശ്നമായിട്ട് വരും. ഇത് മധ്യപ്രദേശിൽ പോയിട്ട് കേസ് നടത്തേണ്ടി വരും. നാണക്കേടാണത്. ഇത് മറിച്ചായിരുന്നെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ഹിന്ദു യുവാവ് കൊണ്ടുവരികയാണെങ്കിൽ ഈ എം വി ഗോവിന്ദനും ശിവൻകുട്ടി മിനിസ്റ്ററും എ റഹിമും എല്ലാം ഇതിന് തയ്യാറാകുമോ? ഉറപ്പായിട്ടും പറയുമില്ല. പക്ഷെ ഇവരെല്ലാവരും ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, അന്ന് പ്രായപൂർത്തിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് അത് കുറഞ്ഞ 2 മാസം കഴിഞ്ഞപ്പോഴത് കുറഞ്ഞു വന്നത്. അപ്പൊ ആരെങ്കിലും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നാല് ആ പോലീസ് അവരോട് പറയേണ്ടത് യു ഗോ ടു ദ സബ് രജിസ്ട്രാർ ഓഫീസ്, അങ്ങനെ ആവശ്യമാണെങ്കിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതാണോ സർ ദ റിയൽ കേരള സ്റ്റോറി? ദിസ് ഈസ് എ റിയൽ കേരള സ്റ്റോറി ഫോർ നോട്ട് റിപ്പീറ്റിംഗ് ദിസ് തിങ് എനിവേർ. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അതിൽ ഉടനെ കിട്ടും. ആധാർ ഈസ്നോട്ടെ അത് ഏജ് പ്രൂവ് ചെയ്യാനുള്ള രേഖയല്ല. കേരളം എന്ന് പറയുന്നത് ഇതുപോലെ ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിമുകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ആ മതേതരത്വം ഞങ്ങൾ കൊണ്ടാടുകയാണ് എന്നൊരു മെസ്സേജ് ഇന്ത്യക്കും പുറത്തുള്ളവർക്കും കൊടുക്കാനായിട്ടുള്ള ഒരു തിരക്കാണ്. ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് കേരളം ഭരിക്കുന്ന പാർട്ടിയും മന്ത്രിയും MP-യും എല്ലാം ചേർന്ന് നടത്തിയ ഒരു കല്യാണം ഇന്ന് കേരളത്തിൻ്റെ മാനം കെടുത്തിയ അവസ്ഥയാണ്. ഒരു 16 വയസ്സുകാരിയെ കല്യാണം കഴിപ്പിച്ചതാണോ ദ റിയൽ കേരള സ്റ്റോറി എന്നാണ് ജനം ചോദിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും. ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമുക്കൊപ്പമുള്ളത് മുൻ സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള TP സെൻകുമാർ സാറാണ്. സർ നമസ്കാരം. നമസ്കാരം. ദ റിയൽ കേരള സ്റ്റോറി, ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതാണോ സർ ദ റിയൽ കേരള സ്റ്റോറി? ശ്രീ എം വി ഗോവിന്ദൻ അതിനു മുമ്പ് വേടൻ എന്ന് പറയുന്ന ഒരാളുടെ വിവാഹം നടത്തി കൊടുക്കുന്ന ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം വിവാഹം നടത്തി കൊടുക്കുന്ന ഒരാൾ എന്നൊരു നിലയിലേക്ക് ഒരു മാരേജ് ബ്യൂറോ അതുപോലെ ആൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയും മഹാരാഷ്ട്രയിൽ നിന്നോ ഉത്തർപ്രദേശിൽ നിന്നോ അറിയാത്ത ഒരു മുസ്ലിം യുവാവും അവരാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർ ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇവരുടെ പാരൻസിനെ അറിയിക്കണമായിരുന്നു പെൺകുട്ടിയുടെ. നിങ്ങളുടെ ഇങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ പെൺകുട്ടിയുടെ പാരൻസ് വന്നിട്ട് പോലും ഇവർ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അണ്ടർ 18 ഇപ്പോൾ പോലീസ് ഒരു റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നു, എല്ലാം ശരിയായിട്ട് ഞങ്ങൾ നോക്കിയെന്ന്. അതായത് തമ്പാനൂർ പോലീസ്. അത് തെറ്റാണ്. ആധാർ ഏജ് തെളിയിക്കാനുള്ള ഒരു രേഖയല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആധാർ ഐഡൻറ്റിറ്റി പ്രൂഫ് മാത്രമാണ്, അല്ലാതെ മറ്റൊരു കാര്യങ്ങളും പ്രൂഫിനായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടുത്തെ തമ്പാനൂർ CI DGPക്ക് കൊടുത്ത DGP അതും വെച്ചാണ് ഡൽഹിയിൽ പോകുന്നതെങ്കിൽ DGPക്ക് നല്ല കൂട്ട് കിട്ടും അവിടെ നിന്ന്. കാരണം എന്ന് വെച്ചാൽ DGP തിരിച്ച് ചോദിക്കേണ്ടതാണ്. ഈ ആധാറിൽ നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അതിൽ ഉടനെ കിട്ടും. ആധാർ ഈസ് നോട്ട് അത് ഏജ് പ്രൂവ് ചെയ്യാനുള്ള രേഖയല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഏജ് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത രേഖകൾ വെച്ച് ഒരു പെൺകുട്ടിയുടെ ഡിസ്പ്യൂട്ടർ, അത് കുട്ടിയുടെ അച്ഛനൊക്കെ വന്ന് കരഞ്ഞ് പറഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതെ കൊടുത്ത പോലീസ് 1-ാം പ്രതി. അതായത് പോലീസിന് കല്യാണം നടത്തി കുടിക്കലല്ല ജോലി. അവർ പറയേണ്ടത്, നിങ്ങൾക്ക് അഥവാ ഇങ്ങനെയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഇവിടുത്തെ സബ് രജിസ്ട്രാർ ഓഫീസിലോ എവിടെയെങ്കിലും പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ 1 മാസത്തെ നോട്ടീസ് കൊടുത്ത് അവിടെ രജിസ്റ്റർ ചെയ്യണം.
അതല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് പരാതി പറയാം, ഞങ്ങൾ ഇതിന് സമ്മതിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റും. പക്ഷെ മജിസ്ട്രേറ്റ് എല്ലാം നടത്തി കൊടുക്കേണ്ടത് ഇത് വാസ്തവത്തിൽ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടത്തേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ കുട്ടിയുടെ ഇരട്ടിയിലധികം പ്രായമുള്ള ഒരാളാണ്. അത് തൊട്ടടുത്ത 2 മാസത്തെ പരിചയമുള്ള 2 മാസത്തെ മാത്രം പരിചയമുള്ള ഇരട്ടിയിലധികം പ്രായമുള്ള ഒരാളാണ് ഈ കുട്ടിയെ സ്വാധീനിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവരെ ശരിക്കും ചൂഷണം ചെയ്യുകയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ആ കുട്ടിയെ സഹായിക്കുന്നതിന് പകരം ചെയ്തത് അങ്ങനെ ഒരു മാരേജ് നടത്തി കൊടുത്ത് ആ മാരേജിൻ്റെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഒരു ഹിന്ദു മുസ്ലിം ഇത് മറിച്ചായിരുന്നെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ഹിന്ദു യുവാവ് കൊണ്ടുവരികയാണെങ്കിൽ ഈ MP ഗോവിന്ദനും അതുപോലെ ശിവൻകുട്ടി മിനിസ്റ്ററും അതുപോലെ റഹീമും എല്ലാം ഇതിന് തയ്യാറാകുമോ? ഉറപ്പായിട്ടും പറയാം ഇല്ല, നടക്കില്ല. ഈ ഫർഹാൻ ഖാൻ എന്നുള്ള പേരാണോ അല്ലെങ്കിൽ അയാളുടെ മതമാണോ? ഫർഹാൻ, അതെ. അപ്പോൾ അതായത് ഒരു ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിമിന് കൊടുക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അതാണ് മതേതരത്വം. ആ മതേതരത്വമാണ് പ്രൂവ് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം. മറിച്ച് ഒരു കേസ് പോലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്തിന് വിവാഹം നടത്തി കൊടുത്ത ഈ പറയുന്ന നൈനാർ എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭരണാധികാരികൾ നടത്തി കൊടുത്ത ആൾ അവരാണ് രണ്ടാമത്തെ പ്രതികളാവുന്നത്. കാരണം ഒരു മിശ്ര വിവാഹം നടത്തുന്നതിന്, അതായത് ഹിന്ദു ജാതികൾ തമ്മിൽ വിവാഹം കഴിക്കാൻ ക്ഷേത്രത്തിൽ വയലേറ്റാണ്. പക്ഷേ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഒരു ഹിന്ദു മുസ്ലിം തമ്മിൽ വാലിഡ് മാരേജ് നടത്താൻ പറ്റില്ല, ഇൻവാലിഡാണ്. അബിനിഷോ ഇൻവാലിഡാണ്. അങ്ങനെ ഒരു മാരേജ് എന്ന് പറയുന്നത് ഒരു ഫേക്ക് മാരേജ് ആണ്. ഇപ്പോൾ റഹീമിനെ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ആളുകളാണ് ഇവരെല്ലാം LLB കഴിഞ്ഞ് വക്കീലന്മാരാണെന്നാ വെക്കുന്നത്. അഡ്വക്കേറ്റ് ബി ശിവൻകുട്ടിയും അഡ്വക്കേറ്റ് റഹീമും അത് ഏതാണ്ട് PhD ആയി വന്നതാണെന്ന് തോന്നുന്നു. PhD കിട്ടിയോന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ അറിവുണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തികച്ചും അറിയണമായിരുന്നല്ലോ ഒരു ഹിന്ദുവും മുസ്ലിമും അല്ലെങ്കിൽ ഇന്റർ റിലീജിയസ് മാരേജസ് ആയിട്ട് നടത്തണമെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മാത്രമേ നടത്താവൂ. അതല്ലെങ്കിൽ ഒരാൾ മതം മാറി മറ്റൊരാളുടെ മതത്തിൽ ചേർന്നതിന് ശേഷം അവരുടെ മതപരമായ ആചാരങ്ങൾ അനുസരിച്ച് നടത്തിയാൽ അതൊരു വാലിഡ് മാരേജാണ്. അപ്പോൾ ഇവർ ചെയ്ത രണ്ടാമത്തെ ഒരു വലിയ ഗ്രൂസം ഒഫൻസ് എന്ന് പറയുന്നത് ഈ അറിവില്ലാത്ത പെൺകുട്ടിയെ ഒരു വലിയ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കുകയാണ്. കാരണം അവർ വിചാരിക്കുന്നത് ഇതൊരു പ്രോപ്പർ മാരേജാണ്, അതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ്. ആക്ച്വലി ഒരു പ്രൊട്ടക്ഷനും ഇല്ല. ലിവിങ് ടുഗദർ എന്നുള്ളതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്തുണ്ടെങ്കിലും ഇല്ല എന്ന് പറയുന്ന പോലെ ആ ലിവിങ് ടുഗദറിൻ്റെ കാര്യം മാത്രമേ അപ്പം നടക്കുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത് വരുന്നത് തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ ആൾക്കാരാണ്. ആ ക്ഷേത്രത്തിൽ ഇതിന് മുമ്പ് ഇത്തരം മാരേജസ് നടത്തി കൊടുത്തു എന്ന് പറയുന്നു. എങ്കിൽ ആ മാരേജസ് എല്ലാം കൂടി ഇനി വീണ്ടും എടുത്തിട്ട് അതിനു കൂടി അവർക്കെതിരെ കേസ് എടുക്കേണ്ടതാണ് ആ ക്ഷേത്രത്തിൻ്റെ. കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നിയമം അനുസരിച്ചും അങ്ങനെ ഒരു മാരേജ് നടത്തി കൊടുക്കാനായിട്ട് അവർക്ക് അധികാരമില്ല. അവർ അതിനും ക്രെഡിറ്റ് എടുക്കുകയാണ്. ഇതിന് മുന്നേ ഞങ്ങൾ ഇതിനെ അനേകം മാരേജസ് ഇതുപോലെ നടത്തി കൊടുത്തിട്ടുണ്ടെന്ന്. അത് ഭയങ്കര തെറ്റാണ്. കാരണം ഒരു ഇന്റർ റിലീജിയസ് മാരേജ് നടത്തി കൊടുക്കാനായിട്ട് ആ ക്ഷേത്രത്തിന് യാതൊരു അധികാരമില്ല. ആ ക്ഷേത്രത്തിൽ നിന്നല്ല ഒരു ക്ഷേത്രത്തിനും അധികാരമില്ല. ഇന്റർ റിലീജിയസ് ആണോ അതോ സ്പെഷ്യൽ മാരേജസ് ആക്ടിൽ പോകണം, അല്ലെങ്കിൽ ഒരാൾ മതം മാറി മറ്റൊരാളുടെ മതം സ്വീകരിച്ച് അത് മതപരമായിട്ടൊരു ചടങ്ങിൽ നടത്തണം, അതേ പറ്റുള്ളൂ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ പിന്നെ അതിന് സാക്ഷി നിൽക്കുകയും അതിനെ എൻകറേജ് ചെയ്യുകയും ഇതറിഞ്ഞിട്ട് ഇത് പോക്സോ ആക്ടൊക്കെ അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ അവരുടെ പോലീസിനെയൊക്കെ അറിയിച്ച് നടപടിയെടുക്കേണ്ട അവർ ഇതിന് കൂട്ടുനിൽക്കുകയും. കാരണം ഇവരെല്ലാം ഒരാൾ മന്ത്രിയാണ്, ഒരാൾ MP ആണ്, ഒരാൾ ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ അധ്യക്ഷനാണ്. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം. അതുമാത്രമല്ല ഇത് ചെയ്തതിന് ശേഷം ആഘോഷിക്കുകയാണ്. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് ആഘോഷിക്കുകയാണ്. അപ്പം അതുകൊണ്ട് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഇവർ എല്ലാവരും ചെയ്തത്. ഇതിലെല്ലാവരും പ്രതികളാകുകയാണ്. പക്ഷെ ഇവരെല്ലാവരും ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, അന്ന് പ്രായപൂർത്തിയായിരുന്നു. അത് ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ബിനോ വിശ്വം CPIയുടെ
നേതാവ് പറയുന്നുണ്ട്, സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്, അന്ന് പ്രായപൂർത്തിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് അത് കുറഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴത് കുറഞ്ഞു വന്നത് പോയതാണ്. അത് മഹാവിഡ്ഢിത്തരല്ലേ പറയുന്നത്. ഒന്ന്, ആധാർ ഏജ് പ്രൂഫായിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ ആ കുട്ടിയുടെ ജനിച്ച സ്ഥലത്ത് എവിഡൻസ് ഹാജരാക്കാനൊക്കെ ആ കുട്ടിയുടെ അച്ഛന് അവസരം ആൾ വന്ന് കേണ് കരഞ്ഞിട്ടും കൊടുത്തില്ലല്ലോ. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും അവസരം കൊടുക്കാതെ ഏകദേശം ആ യുവാവെന്ന് പറയാൻ പറ്റില്ല, കുട്ടി വെച്ച് നോക്കുമ്പോൾ വളരെ പ്രായം കൂടിയ ഒരാളുടെയാണ്. ഏകദേശം ആ കുട്ടിയെക്കാളും 18 വയസ്സിന് ഓളം മൂത്ത ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവരെ അത് വെരിഫൈ ചെയ്യാതെ ചെയ്തത് അവരുടെ കുട്ടിയാണെങ്കിൽ ചെയ്യൂ, അങ്ങനെ ചെയ്യില്ല. അതല്ലെങ്കിൽ ഒരു മുസ്ലിം കുട്ടിയാണെങ്കിൽ ചെയ്യൂ, പെൺകുട്ടിയാണെങ്കിൽ ചെയ്യില്ല. ഒരു ഹിന്ദു ഒരു മുസ്ലിം പെൺകുട്ടിയെ കൈപിടിച്ചു കൊണ്ടുവന്നിട്ട് എനിക്ക് ഈ ക്ഷേത്രത്തിൽ വെച്ച് മാരേജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ മാരേജ് നടത്തി കൊടുക്കൂ? ഇല്ല. അപ്പോൾ ഇതെന്താണ്, ഇതൊരു ഹിന്ദു പെൺകുട്ടിയാണ്, അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷെഡ്യൂൾ ട്രൈബാണ്, അതുപോലെ ഈ 18 വയസ്സിന് താഴെയാണ്. അപ്പോൾ ഇതുകൊണ്ട് വരുന്നത് കുറേ ഒഫൻസസ് ഇവർ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പോക്സോ ആക്ട് അനുസരിച്ചുള്ള ഒഫൻസസ്, അതുപോലെ മൈനർ കുട്ടിയെ വിവാഹം കഴിക്കുന്നതിൻ്റെ ഒഫൻസസ്. അത് കൂടാതെ മധ്യപ്രദേശിൽ ഇതിനൊരു സ്പെഷ്യൽ ലോ ഉണ്ട്. അതനുസരിച്ച് 20 കൊല്ലമാണ് അതിൻ്റെ തടവ്. ഇവരൊക്കെ 20 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണോ? ഇവർക്ക് ഇത് കേസ് ട്രയൽ നടത്തി വന്നാൽ ഇപ്പോൾ ഇവിടെ പോക്സോ കേസിലൊക്കെ ശിക്ഷ കിട്ടുന്ന കണ്ടില്ലേ, 170 കൊല്ലം 180 കൊല്ലമൊക്കെയാണ് ശിക്ഷ കിട്ടുന്നത്. അത് കൺകറൻ്റായിട്ട് വരുന്നത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ 20-25 വർഷം കൊണ്ട് തീരാം. ഇത് പ്രോപ്പറായിട്ട് കേസ് ട്രയലിന് പോയാൽ എല്ലാവരും വളരെയധികം വർഷങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. കാരണം അതിൽ അബറ്റർ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന മന്ത്രിയും MP-യും പാർട്ടി സെക്രട്ടറിയും. കാരണം അതിനുശേഷം അതല്ലെങ്കിൽ അവർ വെറുതെ ഒരു കല്യാണത്തിന് പോകുകയല്ല, ഇതേപോലെ മറ്റേതെങ്കിലും കല്യാണത്തിന് പോയിട്ട് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നും പറഞ്ഞവര്. പക്ഷെ ഇപ്പൊ അവര് പറയുന്നത് അവിടെ അടുത്ത് കല്യാണം നടക്കുന്നത് അറിഞ്ഞപ്പോൾ കല്യാണത്തിന് പോയി എന്ന തരത്തിലുള്ള വിശദീകരണങ്ങളിൽ അല്ല, അതൊക്കെ വീഡിയോ ഉണ്ട്, അവിടെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതൊന്നും ഇനി മാച്ച് കളയാൻ പറ്റില്ല. അത് അവരുടെ കയ്യിൽ മാത്രം ഉള്ള രേഖകളല്ല, അതെല്ലാം പബ്ലിക് ഡോക്യുമെന്റ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് തെളിവുകൾ നന്നായിട്ടുണ്ട്. മധ്യപ്രദേശ് പോലീസ് പ്രോപ്പറായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ വകുപ്പുകളനുസരിച്ചുള്ള ഒഫൻസസ് എല്ലാം നടന്നു കാണും. അപ്പോൾ അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കൂടി നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഒഫൻസസ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എന്തുകൊണ്ടായിരുന്നു ഇത്ര ധൃതി എന്നുള്ളതുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടി കേരളത്തിലേക്ക് അഭയം തേടി വരികയാണ്. അപ്പോൾ ആ കുട്ടിക്ക് അഭയം നൽകുന്നത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ താമസിക്കാനോ ഉള്ള സൗകര്യങ്ങൾ നൽകാം. പക്ഷേ വളരെ ധൃതി പിടിച്ചുകൊണ്ടാണ് ആ കല്യാണം നടത്തുന്നത്. എന്തിനായിരുന്നു അത്ര വലിയൊരു ധൃതി? എന്തൊക്കെയോ മറച്ചു പിടിക്കാനോ അതല്ലെങ്കിൽ ആളുകളിലേക്ക് എന്തൊക്കെയോ മെസ്സേജുകൾ ഇതാണ് സത്യം എന്ന് പറഞ്ഞ് എത്തിക്കാനോ ഉള്ള ഒരു നാടകമായിരുന്നില്ലേ ഇത്? കേരളത്തിന്റെ പ്രകൃതി എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് ഇതുപോലെ ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിമുകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ആ മതേതരത്വം ഞങ്ങൾ കൊണ്ടാടുകയാണ് എന്നൊരു മെസ്സേജ് ഇന്ത്യക്കും പുറത്തുള്ളവർക്കും കൊടുക്കാനായിട്ടുള്ള ഒരു തിരക്കാണത്. അതായത് സിനിമയിൽ അഭിനയിക്കാൻ വന്ന കുട്ടിയാണ്, അങ്ങനെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ചാൻസസ് ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്, നല്ലൊരു ഫ്യൂച്ചർ. അവർക്ക് എഴുത്തും വായനയും ഒന്നും അറിയാത്ത ഇല്ലിറ്ററേറ്റ് ആണ്. കേരളത്തെ പോലൊരു സംസ്ഥാനത്തിന് ശരിക്കും പറഞ്ഞാൽ അതല്പം മോശമാണ്. കാരണം 100% ലിറ്റററി ആയിട്ടുള്ള സ്റ്റേറ്റാണ് കേരളം. അങ്ങനെ ഒരു സ്റ്റേറ്റിലാണ് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി, ഷെഡ്യൂൾ ട്രൈബ് കുട്ടി വന്ന് പെടുന്നത്. ആദ്യം അവർ ശ്രമിക്കേണ്ടിയിരുന്നത് അവർക്ക് ഹിന്ദിയും വിദ്യാഭ്യാസം ലിറ്ററേറ്റ് ആക്കാനാണ്. ലിറ്ററേറ്റ് ആക്കി ഇതൊക്കെ ഒന്ന് വായിക്കാനൊക്കെ പഠിപ്പിച്ചതിന് ശേഷം ഒരു 5-6 മാസമെങ്കിലും എടുത്ത് പഠിപ്പിച്ചതിന് ശേഷം അതിനുശേഷം അവരുടെ അച്ഛനും അമ്മയൊക്കെ അനുവാദം കൊടുത്തിട്ട് മാരേജ് ചെയ്യുകയാണെങ്കിൽ അത് സമ്മതിക്കാമായിരുന്നു. അങ്ങനെയല്ല. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വ്യാജ മതേതരത്വമുണ്ട്. ആ വ്യാജ മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദു പെൺകുട്ടികൾക്ക് മുസ്ലിം വരന്മാരെ കണ്ടെത്തുക എന്നുള്ളൊരു വ്യാജ മതേതരത്വമാണ്. അത് മറിച്ചായാൽ പറ്റില്ല. മറിച്ച് ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഒരു ഹിന്ദു വരനാണെങ്കിൽ അത് പാടില്ല, അത്രത്തോളം ആഘോഷിക്കപ്പെടില്ല. അത് അത്രത്തോളം അല്ല, അത് കഴിയുന്നത്ര നിരുത്സാഹപ്പെടുത്തും എന്നുള്ളതാണ്. നമുക്ക് എവിടെ കണക്കുകൾ എടുത്ത് വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടത്തുന്ന ഈ വന്നിരിക്കുന്ന മാരേജ് അതിലെല്ലാം കിട്ടും.
ഇപ്പോൾ പല മാരേജസും ചിലർ പറയുന്നുണ്ട് മതം മാറിയതിൻ്റെ കണക്കൊക്കെ വെച്ച്. മതം മാറുന്നത് ഇത് സ്പെഷ്യൽ മാരേജസ് ആക്ടിൽ വരുന്ന കാര്യങ്ങളൊന്നും അതിൽ വരുന്നതില്ല. അപ്പോൾ അതിൽ നോക്കിയാൽ അറിയാം, നമ്മൾ ഓരോ മാസവും ഈ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള മാരേജസിൻ്റെ എണ്ണം എടുത്ത് നോക്കിയാൽ അറിയാം. അതൊരു വലിയ സംഭവമായിട്ട് ഇപ്പോൾ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ മനസ്സിലാക്കി വരുന്നതുകൊണ്ട് ഏകദേശം ഒരു 50% കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഏകദേശം ഒരു 50% കുട്ടികൾ ഇതിൽ പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ ഭാവി തന്നെ നോക്കുക. ഈ കുട്ടി ഇപ്പോൾ പ്രോപ്പറായിട്ട് അയാളുടെ ഭാര്യയാണെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞ് 1-2 കുട്ടികളായി കഴിയുമ്പോൾ അയാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ കുട്ടി എന്ത് ചെയ്യും? ഈ കുട്ടി ആൾക്കെതിരെ കേസിന് പോയാലും നിൽക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൺലി ലിവിങ് ടു ദ റിലേഷൻഷിപ്പ്, ദർ ഇസ് നോ വാലിഡ് മാരേജ്. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും ആരെങ്കിലും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം വാലിഡ് മാരേജ് നടന്നിട്ടില്ല. ക്ഷേത്രത്തിന് ഇൻ്റർ റിലീജിയസ് മാരേജസ് നടത്താനായിട്ട് യാതൊരു അധികാരവുമില്ല. അപ്പോൾ അത് ഒരു ഫേക്ക് മാരേജാണ്. ആ മാരേജിന് അബിനീഷോ വോയിഡാണ്. അതിൻ്റെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും വോയിഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് കുറച്ച് നാൾ ആ കുട്ടിയെ കൊണ്ടു നടക്കുകയും അതിനുശേഷം അവരെ ഉപേക്ഷിക്കുകയും ചെയ്താൽ ലീഗലായിട്ട് അയാളുടെ പേരിൽ യാതൊരു ആക്ഷൻ എടുക്കാനും പറ്റില്ല. ആ കുട്ടി അവസാനം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. തീർച്ചയായിട്ടും ആ കുട്ടി അബ്യൂസ് ചെയ്യപ്പെടാനുള്ള വലിയൊരു സാധ്യത വലിയൊരു സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ കുട്ടി ഇല്ലിറ്ററേറ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം. ഇപ്പോൾ ഇതേപോലുള്ള കുട്ടികളൊക്കെ നമ്മൾ ഇപ്പം എൻ്റെ ഒരു കേസ് ഞാൻ പറയാം. വിതുര കേസ് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് ഇതപ്പോൾ അതിൽ ഒരു പ്രതിക്ക് കഴിഞ്ഞ ദിവസമാണ് 25 വർഷത്തെ ശിക്ഷ കൊടുത്തത്, ഒന്നാം പ്രതിക്ക്. അപ്പോൾ ആ കേസിൽ അവർ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. പക്ഷെ ആ കുട്ടിയെ ഞങ്ങൾ കൊണ്ടുവന്നു, അബയിൽ കൊണ്ടുപോയിട്ട് അവർക്ക് കംപ്ലീറ്റ് ലിറ്ററസി കൊടുത്ത് അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം മാരേജ് ചെയ്ത് അവർക്ക് 2 കുട്ടികളുണ്ട്. ഈയിടെ അവർക്കൊരു ജോലി വേണമെന്നും പറഞ്ഞ് ഈയിടെ എന്നെ വിളിച്ചിരുന്നു. അതായത് 30 വർഷമായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് സുഗതമാരി മാഡം ഉണ്ടായിരുന്ന സമയത്ത് മാഡം നോക്കുമായിരുന്നു. അപ്പോൾ അവർ പോയതുകൊണ്ട് എന്നെയാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ 1-2 പേരോട് പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു ജോലി കൂടി കൊടുക്കണം. അവരുടെ ഹസ്ബൻഡിന് എന്തോ ജോലി ഇല്ല, അപ്പോൾ അതുകൊണ്ടുള്ള ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതായത് അവരെ ലിറ്ററേറ്റ് ആക്കി അത് കഴിഞ്ഞ് അവരെ ജോലിയിൽ ചെയ്യാനൊക്കെയുള്ള പല ജോലികളും ചെയ്യാനായിട്ട് ടൈലറിങ് പോലുള്ള അങ്ങനെ പല ജോലികൾക്കും പ്രാപ്തയാക്കി ഒക്കെ വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയൊരു കുട്ടി വന്നു, അതിനെ ലിറ്ററേറ്റ് ആണോ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യാജരേഖകൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ശരിയല്ലാത്ത രേഖകൾ. ഇപ്പോൾ പോലീസ് ഉപയോഗിക്കേണ്ടത്, പോലീസ് പ്രാഥമികമായിട്ട് അറിയേണ്ടത് ഈ പറയുന്ന ആധാർ എന്ന് പറയുന്നത് അതിനെ വെരിഫൈ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ഏജ് പ്രൂഫിനുള്ള ഒരു ഡോക്യുമെൻ്റ് അല്ല. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഏജ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല പോലീസിന് എന്താ ആവശ്യം ഇവരെ കല്യാണം കഴിക്കണം എന്ന്? അങ്ങനെയാണെങ്കിൽ എത്ര പേരുണ്ട് കേരളത്തിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നവർ, അല്ലെങ്കിൽ അതിനൊരു വഴിയില്ലാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊന്നും കല്യാണം കഴിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസോ ഒന്നും മുന്നിട്ടിറങ്ങി കണ്ടിട്ടില്ലല്ലോ. അതാണ്. അപ്പോൾ ഈ വന്ന സമയത്ത് എന്തിനാണ് ഈ പോലീസ് ഇത്ര താല്പര്യം കാണിച്ചത്? പോലീസ് വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഇവരുടെ പെൺകുട്ടിയുടെ പാരൻസിനെ അറിയിക്കണം. ഇതാ നിങ്ങളുടെ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇതാ അവിടെ ചിലപ്പോൾ അവിടെ ഒരു വുമൺ മിസ്സിങ്ങിനോ അതല്ലെങ്കിൽ കിഡ്നാപ്പിങ്ങിനോ മറ്റോ കേസുണ്ടായിരിക്കാം എന്നാണ് പോലീസ് കരുതേണ്ടത്. ഇങ്ങനെ വരുന്ന സമയത്ത് വാസ്തവത്തിൽ ഇവരുടെ പോലീസ് സ്റ്റേഷൻ നോക്കിയിട്ട് മധ്യപ്രദേശിലെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കണം ഈ പെൺകുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആദ്യത്തെ പ്രൊസീജിയർ അത് തന്നെയല്ലേ, വീട്ടിൽ അറിയിക്കുക എന്നുള്ളതാണ്, പാരൻസിനെ അറിയിക്കുക എന്നുള്ളതാണ്, ആ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും കുട്ടികളെ കാണാതാകുന്നുണ്ട്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊക്കെ കണ്ടുകിട്ടുന്നുണ്ട്. ഉടനെ റെയിൽവേ പോലീസ് അറിയിക്കുന്നത്, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു, അവരുടെ പാരൻസിനെ അറിയിക്കുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇവിടുത്തെ പോലീസ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പം ഇവിടുത്തെ ലോക്കൽ പോലീസ് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണ് ഇവിടുത്തെ DGP ഷെഡ്യൂൾ ട്രൈബ് കമ്മീഷൻ്റെ മുന്നിൽ പോകുന്നതെങ്കിൽ ആ DGPക്ക് നന്നായിട്ട് വേർക്കേണ്ടി വരും. ഇപ്പം നമുക്കറിയാം ദ കേരള സ്റ്റോറി, നമുക്ക് ആ സിനിമ വന്നത് മുതൽ, ഇപ്പോൾ പാർട്ട് 1 ആണെങ്കിലും പാർട്ട് 2 ആണെങ്കിലും അത് വന്നത് മുതൽ അതല്ല കേരളത്തിൽ നടക്കുന്നത് എന്ന് കാണിക്കാൻ വല്ലാത്തൊരു വ്യഗ്രത ഒരുപാട് പേർക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ ഈ നടന്ന കേസിനെ വരെ നമുക്ക് കാണാൻ സാധിക്കുക. കാരണം എങ്ങനെയെങ്കിലും അതിനെ ഇതല്ല എന്ന് ആരെനിക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, പക്ഷെ അതിൽ പെട്ടുപോകുന്ന ആളുകളല്ലേ. തീർച്ചയായിട്ടും. അതായത് അങ്ങനെയല്ല,
ഇതെല്ലാം വളരെ ആവശ്യപ്പെട്ട് വരുന്നവരാണ്. പെൺകുട്ടികൾ വളരെ മുന്നോട്ട് വന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയുള്ള കേസുകളാണ് ഇവിടെ നടക്കുന്നത് എന്ന് കാണിക്കാനായിട്ട് ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നില്ല. അത് നോക്കൂ, അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ അത് ലവ് ട്രാപ്പ് ജിഹാദ് എന്നൊക്കെ പറയാം. ഇപ്പം മതം മാറ്റമാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യമായിട്ട് വരുന്നത്. ഇതിപ്പോൾ അയാളൊക്കെ കുറിയൊക്കെ അണിഞ്ഞിട്ടാണ് നടക്കുന്നത്. ആ കുറി ഒരു വെള്ളം കൊണ്ട് മായ്ച്ചാൽ മായും. പക്ഷെ അതിലൊരു അർത്ഥമില്ല. കാരണം ദർ ഇസ് നോ മാരേജ്. അപ്പോൾ അതിനു വേണ്ടി അയാളെ സഹായിച്ചു കൊടുത്തു. ഇന്നലെ ചർച്ചയിലിരിക്കുമ്പോൾ ആരോ പറഞ്ഞതുപോലെ ഇച്ചിരി മോശം വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കൂട്ടിക്കൊടുപ്പിന് കൂട്ടുനിന്നു എന്ന് പറയേണ്ട അവസ്ഥയാണ്. അതാണ് നടന്നത്. അപ്പോൾ അതിന് ഇത്തരം ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അതിനുശേഷം അവർ ആ ക്ലെയിം എടുത്തു എന്നുള്ളത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യുന്നവരുടെ മോട്ടീവ് എന്താണെന്നുള്ളത്. അപ്പം അതിനുശേഷം ഒന്നും പറയാതെ പോയി എന്ന് വെച്ചോളൂ. ഒരു മാരേജിൽ ഞങ്ങൾ ഇതെങ്ങനെ ആക്സിഡൻ്റലായിട്ട് AR റഹീമും ആക്സിഡൻ്റലായിട്ട് V ശിവൻകുട്ടിയും ആക്സിഡൻ്റലായിട്ട് MV ഗോവിന്ദനും ഒരു മാരേജിൽ ഇതേപോലെ വന്നെടുക്കുന്നത്? അങ്ങനെ ഒരു യാദൃശ്ചികതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയോ കല്യാണങ്ങൾ നടക്കുന്നില്ലേ നമ്മുടെ നാട്ടിലെ? അതെ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പർട്ടിക്കുലറായിട്ട് ഇത് നമ്മളെ കേരളത്തിൽ ഇങ്ങനെയല്ല എന്ന് ഇപ്പം മറ്റേതിൽ ഗോസ് ബിയോണ്ട് എന്നുണ്ട്. ആക്ച്വലി അതിൽ മാംസം തീറ്റിക്കുന്നു എന്ന് പറയുന്നത്, പശുമാംസം തീറ്റിക്കുന്നു എന്ന് പറയുന്നത് ആക്ച്വലി നാഗ്പൂർ വെച്ച് നടക്കുന്ന, മഹാരാഷ്ട്രയിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ് അതിൽ പോലും കാണിക്കുന്നത്. കേരളത്തിൽ വെച്ച് നടക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അത് ആ ഗോസ് ബിയോണ്ട്, കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട്. അപ്പോൾ ആ സ്റ്റോറിയാണ് അതിൽ കാണിച്ചത്. അപ്പോൾ ഇതെല്ലാം തെറ്റാണെന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രത, ആ വ്യഗ്രതയ്ക്ക് ഒരാളെ കിട്ടിയപ്പോൾ, ഒരു പെൺകുട്ടിയെ, നിരക്ഷരയായ ഒരു പെൺകുട്ടിയെ കിട്ടിയപ്പോൾ അതുപയോഗിച്ച് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താനുള്ള ഒരു വ്യഗ്രത നടത്തി. പക്ഷെ ഇപ്പോൾ ആ വ്യഗ്രത അവർക്ക് എല്ലാവർക്കും വലിയൊരു പ്രശ്നമായിട്ട് വരും. ഇത് മധ്യപ്രദേശിൽ പോയിട്ട് കേസ് നടത്തേണ്ടി വരും. അപ്പോൾ മധ്യപ്രദേശ് പോലീസ് ഇവിടെ വന്ന് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ അവിടുത്തെ കോടതികളിൽ നിന്ന് ജാമ്യത്തിന് ശ്രമിക്കേണ്ടി വരും. അവിടുത്തെ കോടതികളിൽ തന്നെ എല്ലാം ചെയ്യേണ്ടി വരും. നാണക്കേടാണത്. മാത്രമല്ല, നാണക്കേട് മാത്രമല്ല, ഇതിന് മിനിമം ശിക്ഷകൾ വരാൻ പോകുന്നത് മെനി ഇയേഴ്സ്. ഇതിൽ വകുപ്പുകൾ അനുസരിച്ച് വരുമ്പോൾ ഏകദേശം ഓരോ കൺകറൻ്റ് അതായിട്ട് ഒരു 150 വർഷത്തെ ശിക്ഷ വരും. അത് ഒരുമിച്ച് അനുഭവിക്കുകയാണെങ്കിൽ തന്നെ കുറേ വർഷത്തെ ശിക്ഷ വരും. അപ്പം അതിൻ്റെ പുറകെ നടക്കേണ്ട വരും. കാരണം അത് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അറിഞ്ഞില്ല, പിടിച്ചില്ല, ഞങ്ങളാരും ഇത് അറിയാതെ പോയി കല്യാണമാണെന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഇവരെങ്ങനെയാണ് കൃത്യമായിട്ട് ബൊക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ ആ ക്രെഡിറ്റ് എടുത്ത എല്ലാവർക്കും ഇത് ബാധകമാണ്. പോലീസിന് ബാധകമാണ്. പോലീസുകാർ പ്രതിയായിട്ട് വരും. അതുപോലെ ക്ഷേത്രം അധികാരികൾ പ്രതിയായിട്ട് വരും. അതുപോലെ പ്രധാനപ്പെട്ട ഈ പറയുന്ന ശ്രീ MV ഗോവിന്ദനും അതുപോലെ ശ്രീ V ശിവൻകുട്ടിയും അതുപോലെ AR റഹീമും എല്ലാവരും ഇതിൽ പ്രതികളായിട്ട് തന്നെ വരും. കാരണം ST ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പോക്സോ കേസിലും പോക്സോ ആക്ടിലും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ അറിയിക്കുക എന്നുള്ളത് ഒരു കുട്ടിയുടെ പോലും ചുമതലയാണ്. അപ്പോൾ അതൊക്കെ വയലേറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വയനാട് മാനന്തവാടിയിൽ 4 സെന്റ് ഉന്നതി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ കണ്ട ഒരുപാട് കുട്ടികളുണ്ട്. ഈ 15-16 വയസ്സിൽ കല്യാണം കഴിച്ച് ഒരു 20 വയസ്സാകുമ്പോഴേക്കൊക്കെ ഡിവോഴ്സായി. അപ്പോഴേക്കും 3-4 കുട്ടികളുണ്ട് അവർക്ക്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ പട്ടികവർഗ വകുപ്പ് മന്ത്രിയായ OR കേളുവിൻ്റെ മണ്ഡലമാണത്. അപ്പോൾ ഇത്രത്തോളം വയലേഷൻ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് നോക്കാൻ നമ്മുടെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്നവർക്കോ പാർട്ടിക്കോ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോഴാണ് പുറത്തുനിന്ന് വന്നൊരു കുട്ടിക്ക് കല്യാണം നടത്തി കൊടുത്ത് മാതൃകയാകാൻ ശ്രമിക്കുന്നത്. അത് എത്രത്തോളം എന്താ പറയാ, അപഹാസ്യമാണ്. അതെ, തീർച്ചയായിട്ടും അപഹാസ്യമാണ്. മാത്രമല്ല അത്തരം കേസുകളിലൊക്കെ ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ട്രൈബൽ ഏരിയാസിലൊക്കെ ഈ ഏർലി മാരേജസ് ഒരു കസ്റ്റം പോലെ അങ്ങ് നടക്കുകയാണ്. ഇപ്പോഴും അത്ര ഉണ്ടോയെന്നറിയില്ല. കുറച്ച് നാളെ മുമ്പ് ഈ പറയുന്ന പയ്യന്മാരെ മുഴുവൻ പോലീസ് പിടിച്ച് ജയിലിലിടും. അപ്പോൾ അവർക്ക് ഒരു ലൈവ്ലിഹുഡും കിട്ടില്ല. അങ്ങനെ പെൺകുട്ടി ഏകദേശം അനാഥയായ ഘട്ടത്തിലാകുകയും ചെയ്യും. അതാണ് സംഭവിക്കാറ്. അതിനൊക്കെ നമ്മളൊരു നിയമത്തിൽ ഭേദഗതി എന്തെങ്കിലും വരുത്തി അതുപോലുള്ള കാര്യങ്ങൾ, ബോധവൽക്കരണം കൊടുക്കുക എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവർക്ക് അവരുടെ പേരിൽ കൊടുത്തിരുന്ന പണം
ചിലവാക്കിയിരുന്ന പണം അവരുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയിട്ട് അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരെല്ലാം ഇന്ന് കോടീശ്വരന്മാരായിരുന്നു. അതായത് ST ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മുടെ ഗവൺമെൻറ്റുകൾ ചിലവാക്കിയ പണം ഈ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ചിലവാക്കാതെ ഓരോ ST പേഴ്സൻ്റെയും, അതായത് ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ യുവാവിൻ്റെയോ യുവതിയുടെയോ അവിടെയൊക്കെ പേരുകളിൽ ഓരോരുത്തരുടെയും പേരിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഏകദേശം 3 ലക്ഷം പേരിൽ അത്രയേ ഉള്ളൂ കേരളത്തിൽ. അവിടെ പേരിൽ കൊടുക്കുകയായിരുന്നെങ്കിൽ ഓരോരുത്തരും ഏകദേശം കോടീശ്വരന്മാരായിരുന്നേനെ. അവരെ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് കൊണ്ട് സുഭിക്ഷമായിട്ട് ജീവിക്കാൻ പറ്റിയാണ്. ഒരുപക്ഷെ അവർക്ക് റേഷൻ പോലും വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മന്ത്രി അപ്പൂപ്പൻ എന്നൊക്കെ വിളിക്കുന്ന വി ശിവൻകുട്ടി. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരാളൊക്കെ ഇതിന്റെ ഭാഗമാകുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമില്ലേ? കാരണം നിങ്ങൾ 18 വയസ്സാകുകയാണെങ്കിൽ ഒരു ആളെയും പിടിച്ചിങ്ങ് വന്നോളൂ, പാർട്ടി കല്യാണം നടത്തി തരാം, ആ ഒരു മെസ്സേജ് ആണോ നമ്മൾ ഇത്രയും അത്രത്തോളം പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കല്യാണം? അതുപോലെ ഇവർക്ക് ഈ പാർട്ടി കല്യാണങ്ങളുണ്ട്, അതും വളരെ തെറ്റാണ്. കാരണം നമ്മുടെ നിയമം അനുസരിച്ച് ഒരു പാർട്ടി കല്യാണം നിയമപരമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പാർട്ടി ഓഫീസിൽ വെച്ച് ഒരു ചുവന്ന ഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക, അതൊരു മാരേജ് ആയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അത് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അതൊരു ക്ഷേത്രത്തിൽ വെച്ച്, ഒരേ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ഒരു ഇപ്പം ഹിന്ദു ആണെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആണെങ്കിൽ പള്ളിയിൽ വെച്ച്, അതല്ലെങ്കിൽ ഇസ്ലാം ആണെങ്കിൽ അവരുടെ മതപ്രകാരം നടക്കുകയാണ്. അതിനുശേഷം രജിസ്റ്റർ ചെയ്യാം. അതല്ലാതെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ വെച്ച് ഒരു കല്യാണം, അത് നിയമപരമായിട്ട് ഇങ്ങനെയായിരിക്കും എന്നൊരു പ്രൊവിഷൻ ഇതുവരെ നിയമത്തിലുണ്ടായിട്ടില്ല. അതിപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ ഏതായാലും ഇല്ല, അങ്ങനെ ഒരു നിയമം ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഫേക്ക് മാരേജസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ ഒരു ലീഗൽ ഇഷ്യൂ വരുന്ന സമയത്ത് അതിൽ പെൺകുട്ടിയുടെ ഭാഗത്തിന് ഭയങ്കര സഫറിങ് വരും. കാരണം അവർക്ക് പ്രൂവ് ചെയ്യാൻ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാകില്ല, വാലിഡ് ഡോക്യുമെൻ്റ് ഉണ്ടാകില്ല, ഞാൻ ലീഗലി വെഡഡ് വൈഫാണെന്നുള്ളത്. അപ്പോൾ അവർക്ക് യാതൊരു സംഭവിച്ചാലും ഒറ്റയ്ക്ക് അനുഭവിച്ച് തീർക്കേണ്ടി വരും. ഈ പാർട്ടി അപ്പോൾ കൂടെ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം. പാർട്ടി അപ്പോഴൊന്നും ഉണ്ടാവില്ല. പാർട്ടിക്ക് ഇവരെല്ലാം ഓരോ ടോക്കണിസം എന്ന് പറയില്ലേ നമ്മൾ, ഇതൊരു ടോക്കണിസമാണ്. ഇത് അതായത് ഇവിടെ ഇങ്ങനെ നടക്കുന്ന ഒരു ടോക്കൺ കാണിക്കുകയാണ്, ഇതാ കേരളം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് പല ഇഷ്യൂസിലും, ഇതുപോലെയാണ് നമ്മുടെ ടോക്കണിസം, ഇതുപോലെയാണ്. ഇപ്പോൾ നമ്മൾ സ്ത്രീ സുരക്ഷയെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടി വരും. കാരണം നമ്മളെപ്പോഴും അവൾക്കൊപ്പമാണ് സർക്കാർ എന്ന് വലിയ രീതിയിൽ LDFന്റെ പ്രചരണങ്ങൾ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പായപ്പോൾ നമ്മളത് കുറച്ച് കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയാണോ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്രയും സുരക്ഷിതരാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഓരോ സ്ത്രീയുടെ ഉള്ളിലും അത് അതാണ് ഞാൻ പറഞ്ഞത്. ഈ കുട്ടിയെ, ഒരു ഇലിറ്ററേറ്റ് കുട്ടിയെ കാണുമ്പോൾ ആദ്യം അവർ ചെയ്യേണ്ടത് അവരെ ലിറ്ററേറ്റ് ആക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അത് അവർക്ക് ഹിന്ദി ആണ് കൂടുതൽ അഭികാമ്യം എന്ന് വെച്ചാൽ ഹിന്ദി പഠിപ്പിക്കുന്ന എത്രയോ സ്ഥലങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. അപ്പോൾ അവിടെ ചേർത്ത് പഠിപ്പിച്ച് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ താമസിപ്പിച്ച് അവരെ ഒരു ലിറ്ററേറ്റ് ആക്കിയതിന് ശേഷം അവർക്ക് ഈ രേഖകൾ വായിക്കാനും എഴുതാനും ഒക്കെ ഒരു വിദ്യാഭ്യാസം വന്നതിന് ശേഷം, അതിനുശേഷം അവരൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അത് ശരിയാണ്. അഥവാ പ്രായപൂർത്തിയായി 10-25 വയസ്സായ ഒരു സ്ത്രീയാണ്, പക്ഷേ അവരൊരു ഇല്ലിറ്ററേറ്റ് ആണെന്ന് കണ്ടാൽ സ്ത്രീ സുരക്ഷയിൽ താല്പര്യമുള്ള ഒരു സർക്കാരാണെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം അവരെ ഒരു ലിറ്ററേറ്റ് ആക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എന്താണ് ഇനി ഈ കുട്ടിയുടെ ഒരു ഭാവി എത്രത്തോളമാണ്, അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഈ കുട്ടിക്ക്? ഇത് അവർക്ക് ഇതിപ്പം ഇത് കൃത്യമായിട്ട് അച്ഛനും അമ്മയും ഏജ് ഇതായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അച്ഛനും അമ്മയുടെ കൂടെ പോകേണ്ടി വരും. 18 വയസ്സ് വരെ അവർക്ക് എന്തായാലും പുറത്തു പോകാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം അവരെ ലിറ്ററേറ്റ് ആക്കാനുള്ള ശ്രമം മധ്യപ്രദേശ് ഗവൺമെൻറ് കാര്യമായിട്ട് നടത്തണം. അങ്ങനെ ലിറ്ററേറ്റ് ആയ ഒരാളാണ് കൃത്യമായിട്ട് വായിച്ചു കൊടുക്കാനും വായിച്ചെടുക്കാനും ഒക്കെ സാധ്യമാവുള്ളൂ. മറ്റൊന്നും അവർക്ക് അറിയില്ല. അവർക്കൊരു മൊബൈലിൽ കിട്ടുന്ന ഒരാൾ മാത്രമാണ് അത്. അതല്ലാതെ ആ സംസാരം എന്നല്ലാതെ അവർക്ക് അതിന് മെസ്സേജ് വായിക്കാനും ഒന്നും അറിയില്ല. അങ്ങനെയാണ് ഇവരെ വളച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയുടെ കൂടെ പോകേണ്ടവരും, അത് മാത്രമല്ല ഈ കാര്യങ്ങൾ നടന്ന കാര്യങ്ങളിൽ എല്ലാം വീഡിയോ റെക്കോർഡിങ്ങും അത് എല്ലായിടത്തും പോയി പരന്നിരിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് അവരുടെ ഫിലിം വേൾഡോ, പക്ഷേ അവരെ ലിറ്ററേറ്റ് ആക്കുക എന്നുള്ളതാണ് മധ്യപ്രദേശ് ഗവൺമെൻറ് ആയാലും ഇനി ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഒരു എക്സാമ്പിളായിട്ട് മധ്യപ്രദേശ് ഗവൺമെൻറ്റും ചെയ്യേണ്ടത്, ഇതാ ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു ഇല്ലിറ്ററേറ്റ് കുട്ടി ഇതേപോലെ പോയി, അതുകൊണ്ട് ആ കുട്ടിയെ ലിറ്ററേറ്റ് ആക്കുന്നു.
ഈ കുട്ടിയെ കല്യാണം കഴിച്ച വ്യക്തിയിലേക്ക് വരുമ്പോൾ ഈ കുട്ടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അബ്യൂസ് നേരിട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായി അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും എല്ലാ ഒഫൻസിലും നമ്പർ 1 അയാളാണ്. എല്ലാ ഒഫൻസിലും, എല്ലാ തരം ഒഫൻസിലും ഈ പറഞ്ഞ എല്ലാം 10-15 ഒഫൻസസിൽ അതാണ് ഞാൻ പറഞ്ഞ മെഡിക്കൽ എക്സാമിനേഷൻ കൂടി കഴിയുന്നുണ്ടാവുന്ന ആ കംപ്ലീറ്റ് ഒഫൻസസിലും അയാളുടെ 1ാം പ്രതിയായിട്ട് തന്നെ ഉണ്ടാവും. ഏതായാലും ഹി വിൽ ഗെറ്റ് മോർ പണിഷ്മെന്റ് ദാൻ റഹിമ ആൻഡ് ഇത് അബറ്റർമാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് പണിഷ്മെന്റ് ബാക്കി എല്ലാവർക്കും കിട്ടും. പക്ഷെ ഇവരൊക്കെ ഇത് ഇപ്പോഴും അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അത് ഞങ്ങൾ കണ്ടുള്ളൂ, ഇതൊക്കെ മനസ്സിലായി വരിക എപ്പോഴാണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ്. അതുപോലെ തമ്പാനൂർ പോലീസും മനസ്സിലാക്കേണ്ടത് അവർക്കും അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. അപ്പൊ ആരെങ്കിലും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ആ പോലീസ് അവരോട് പറയേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ സബ് രജിസ്റ്റർ ഓഫീസിൽ പോവുക. ഇത് പോലീസിന്റെ ചുമതലയൊന്നുമല്ല, നിങ്ങളുടെ ആധാറോ നിങ്ങളുടെ വേറെ ജനനത്തീയതിയോ ഒന്നും നോക്കിയിട്ട് കല്യാണം നടത്തേണ്ട ആവശ്യം. യു ഗോ ടു ദ സബ് രജിസ്റ്റർ ഓഫീസ് അങ്ങനെ ആവശ്യമാണെങ്കിൽ. അപ്പൊ സബ് രജിസ്റ്റർ ഓഫീസിൽ പോയാൽ അവർ നിയമം നോക്കും. അവിടെ നോക്കുന്നത് കൃത്യമായിട്ടുള്ള ജനതീതി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത് 1 മാസം നോട്ടീസ് വേണം, അവിടെ പതിപ്പിക്കണം, അല്ലാതെ ചെന്ന വശം മാരേജ് നടത്താൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പോലീസും ഇതിൽ വളരെ കുറ്റകരമായിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ട്, ക്ഷേത്രം ചെയ്തിട്ടുണ്ട്, അതുപോലെ അബിറ്റേഴ്സായിട്ട് നിന്ന് മാന്യന്മാരെല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു മാതൃകയാണ്. ദിസ് ഈസ് എ റിയൽ കേരള സ്റ്റോറി ഫോർ നോട്ട് റിപ്പീറ്റിംഗ് ദിസ് തിങ് എനിവെയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇതേപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള റിയൽ കേരള സ്റ്റോറിയാണ് ഈ നടന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ.